ഇന്നത്തെ സുവിശേഷം ലൂക്ക 3:3 നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ആഗമനകാലം ഉണ്ണീശോയുടെ പിറവിത്തിരുനാളിന് ഒരുങ്ങുന്ന ഒരു കാലയളവാണ്. എല്ലാ വർഷവും ക്രിസ്തുമസിൻ്റെ ഒരുക്കമായി നമ്മുടെ ദേവാലയങ്ങളും സന്യാസ ഭവനങ്ങളും വീടുകളും പരിസരവുമൊക്കെ കഴിയുന്നത്ര വൃത്തിയാക്കുവാനും അലങ്കരിക്കുവാനും നമ്മൾ മറന്നു പോകാറില്ല. എല്ലാം ചെയ്തു തീരുമ്പോൾ നിറഞ്ഞ ആത്മസംതൃപ്തിയോടെ സന്തോഷത്തോടെ ഈശോയുടെ പിറവിത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിത പാതകൾ നേരെയാക്കുവാനാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനായി വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ക്രിസ്മസ് ഒരുക്ക ദിനങ്ങളിലും നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് നന്നായി ഒരുങ്ങി ആ സന്തോഷ ദിനത്തിലെ എത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ ഈ ഒരു ആഗമനകാലം തിരുസഭ നമുക്കായി തരുന്ന അനുഗ്രഹ ദിനങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്നും സഹോദരരിൽ നിന്നും അകറ്റുന്ന സ്നേഹമില്ലായ്മ, അസൂയ, ഞാനെന്ന ഭാവം, കലഹം, എളിമക്കുറവ്, മത്സരചിന്തകൾ എന്നിങ്ങനെയുള്ള തിന്മയിൽ നിന്നും അകന്ന് നിൽക്കാനും നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രീതികരമായ ജീവിതം ജീവിച്ച് നല്ലൊരു ക്രിസ്മസിനായി നമുക്കൊരുങ്ങാം. എൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് വിഷമം നൽകുന്ന സാഹചര്യങ്ങൾ നമ്മളാൽ കഴിയുന്നത്ര ഒഴിവാക്കി കൃപയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം യേശുവിൻ്റെ ജനന തിരുനാളിൻ്റെ സമ്മാനം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കുള്ള സമാധാനമാണ്. ഒരുക്കമില്ലാത്ത, ദൈവകൃപയില്ലാത്ത നമ്മുടെ ഹൃദയവാതിലിൽ ഈശോ തട്ടുമ്പോൾ ഇവിടെ ഇടമില്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കപ്പെട്ട സത്രത്തിലെ അനുഭവം പുനരാവർത്തിക്കപ്പെടാതിരിക്കട്ടെ.